ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC മീറ്റ് റീഡിൻ്റെ എക്സാം വരുന്നത് January 29 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലാസ്സസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 27/11/2025 ടു 27 January 27 വരെ വരുന്ന ഒരു ടൈം ടേബിളാണ്. കാറ്റഗറി നമ്പർ 279/2025 ടൈം ടേബിളാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങളുടെ സിലബസ് നിങ്ങൾ ഓൾറെഡി കണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ സേഫ്റ്റിയാണ്. സേഫ്റ്റി അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു വീഡിയോ ക്ലാസ്സും ഒരു PDF നോട്ട്സും ഷോർട്ട് നോട്ട്സും അതിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസും. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ പഠിച്ചു പോകുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സേഫ്റ്റിയുടെ ഒരു ടോപ്പിക്കും 28 അടുത്ത സേഫ്റ്റിയുടെ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ഒക്കെ വരുന്ന ഒരു വീഡിയോ. അപ്പോൾ അത്രയും വരുന്നുള്ളൂ. 5 മാർക്കിനാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. പിന്നെ 29 നിങ്ങൾക്ക് മോക്ക് എക്സാംസും അതുപോലെ തന്നെ PYQ ഉണ്ടായിരിക്കും. ഇനി അടുത്ത് നിങ്ങൾക്ക് 30 വരുന്നത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 വരുന്നത് എന്താണ്, നമ്മുടെ ക്യാരി ഔട്ട് കട്ടിങ് ഓഫ് പൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡയമീറ്റർ ഇൻ ഡിഫറെൻറ്റ് ആംഗിൾസ്, അതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് വരുന്നത് ഗ്യാസ് വെൽഡിങ്, സോൾഡറിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 31-ാം തീയതി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ മെത്തേഡ്, അതിൻ്റേത് 1-ാം തീയതി പൈപ്പ്, ജോയിനിങ് ഓഫ് പൈപ്പ് ഇൻ സെയിം ഡയമീറ്റർ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഓർഡറിൽ നമ്മൾ ഓരോ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്സ് നമ്മൾ അസോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 5-ാം തീയതി വരുമ്പോൾ മൊഡ്യൂൾ 2ൻ്റെ എക്സാംസും PYQ സ്റ്റഡി. നമ്മൾ ഓൾറെഡി സിലബസ് നമ്മൾ പറഞ്ഞാണ്, ഇനി വീണ്ടും വായിക്കുന്നില്ല. ഇനി 6-ാം തീയതി നമ്മുടെ November 6 ആകുമ്പോൾ മൊഡ്യൂൾ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മൾ ഒരു 14 ആകുമ്പോൾ മൊഡ്യൂൾ 3 കഴിയും. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ നമ്മളൊരു PYQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി അടുത്ത് 15-ാം തീയതി ആകുമ്പോൾ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ഓർക്കുക, മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ 15 മാർക്കാണ് വരുന്നത് കേട്ടോ. മൊഡ്യൂൾ 4 അടുത്ത് 20 ആകുമ്പോൾ മൊഡ്യൂൾ 4ൻ്റെ എക്സാംസ്. ഒരു ജസ്റ്റ് ടൈം ടേബിളാണ്. ഇതിൻ്റെ PDF ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾ ഓർഡറിൽ പഠിച്ചു പോയാൽ മതി. അടുത്ത് 21-ാം തീയതി ആകുമ്പം നമ്മുടെ മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യും. അത് 29-ാം തീയതി ആകുമ്പം കഴിയും. ഇനി അടുത്ത് 30-ാം തീയതി വരുന്നത് നിങ്ങൾക്ക് മൊഡ്യൂൾ 1 to 5 ഒരു എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ചേർത്തൊരു എക്സാംസും പിന്നെ ഒരു PYQൻ്റെ ഒരു എക്സാം ഉണ്ടായിരിക്കും. അടുത്ത് വരുന്നത് December 1-ാം തീയതി ആകുമ്പോൾ നമ്മൾ മൊഡ്യൂൾ 6 സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റൽ ആൻഡ് മെയിൻറ്റെയിൻ ഡിഫറെൻറ്റ് ഇലക്ട്രോ പമ്പിനെ കുറിച്ചൊക്കെയാണ് വരുന്നത്. അതൊരു മൊഡ്യൂൾ 6 ഒരു December 6 ആകുമ്പം അത് മൊഡ്യൂൾ 6 കഴിയും. അത് കഴിഞ്ഞ് ഒരു PYQ ഓൾറെഡി നമ്മൾ സിലബസ് ഓൾറെഡി കണ്ടതാണ്. ഓക്കെ. അടുത്ത് നമ്മൾ December 8-ന് മൊഡ്യൂൾ 7 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിലും ഒരു 4 ദിവസത്തെ ക്ലാസ്സേ ഉള്ളൂ. December 12 ആകുമ്പോൾ മൊഡ്യൂൾ 7 കഴിഞ്ഞ് ഒരു PYQ പഠിക്കാൻ തരും. ഒരു December 15 ആകുമ്പോൾ മൊഡ്യൂൾ 8 ലീക്കേജ് ഇൻ പൈപ്പ് ലൈൻ, അതിൻ്റെ ഒരു 6-7 ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു എക്സാമും ഉണ്ടായിരിക്കും, പിന്നെ ഒരു PYQ. ഓക്കെ. നമുക്ക് സൺഡേ ഒരിക്കലും ക്ലാസ് ഇല്ല. ചില സാറ്റർഡേയ്സ് മാത്രം നമ്മൾ ക്ലാസ് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് December 22-ന് നമ്മൾ മൊഡ്യൂൾ 9 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ ഒരു ക്രിസ്മസ് ഹോളിഡേയ്സ് കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് മൊഡ്യൂൾ 9 കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 1 വീക്ക് തന്നെ ക്രിസ്മസ് ഹോളിഡേയ്സ്. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് പെൻഡിങ് പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കാം. ആ ഒരാഴ്ച നമ്മൾ ക്രിസ്മസിൻ്റെ ഒരാഴ്ച നമ്മൾ ക്ലാസ്സസ് ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് റിവൈസ് ഒക്കെ ചെയ്യാം, കാരണം നമുക്ക് ടൈമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 1-ാം തീയതി നമ്മുടെ 29-ാം തീയതിയാണ് അടുത്ത ക്ലാസ് വരുന്നത്. മൊഡ്യൂൾ 9ൻ്റെ ബാക്കി ക്ലാസ് വരുന്നു. പിന്നെ 1-ാം തീയതി January 1-ാം തീയതി ആകുമ്പോൾ മൊഡ്യൂൾ 9 കഴിഞ്ഞ് അതിൻ്റെ ഒരു എക്സാമും PYQ. പിന്നെ January 5-ാം തീയതി ആകുമ്പം അടുത്ത മൊഡ്യൂൾ 10 ലാസ്റ്റ് മൊഡ്യൂൾ വരുന്നുണ്ട്. അതിൻ്റെ ഫുൾ ക്ലാസ്സസും ഒരു 13-ാം തീയതി ആകുമ്പം അത് കഴിയും. ഓക്കെ. അപ്പോൾ നമ്മുടെ 13-ാം തീയതി ആകുമ്പോൾ നമ്മൾ ഓവറോൾ ഒരു 14 ആകുമ്പോൾ ഫുൾ സിലബസും January 14 ആകുമ്പോൾ സിലബസ് ഫുൾ കംപ്ലീറ്റ് ആക്കും. എങ്കിലും നിങ്ങൾക്ക് സമയമുണ്ട്. January 15 മുതൽ 26 വരെ അടുത്ത് വീണ്ടും നമ്മൾ അടുത്ത റിവിഷൻ ആയിരിക്കും. ഓരോ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, പിന്നെ ഷോർട്ട് നോട്ട്സിൻ്റെ എക്സാം, ഓരോന്നിൻ്റെ എക്സാംസും അതുപോലെ തന്നെ PYQൻ്റെ എക്സാംസ് ഒക്കെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ നമ്മൾ ക്ലാസ്സസ് തുടങ്ങുന്നു. ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിപ്പം കണ്ടു കാണുമെന്ന് കരുതുന്നു. ജസ്റ്റ് നമ്മുടെ ക്ലാസ് നമ്മൾ ഇങ്ങനെയാണ് ജസ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടെലഗ്രാം, കുറേ പേർക്ക് എങ്ങനെയാണ് ക്ലാസ് എന്നൊരു ഡൗട്ടുണ്ട്. ടെലഗ്രാമിലൊരു ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 17 കുട്ടികളുണ്ട്. ടെലഗ്രാമിൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പുണ്ട്. അതിൽ നമ്മൾ ഓരോ ദിവസം ഇപ്പോൾ മൊഡ്യൂൾ 1 ആണ് ഇന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ക്ലാസ് ഓൾറെഡി ഇത് നമ്മൾ സേഫ്റ്റിയുടെ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ ചില വീഡിയോസ് മാത്രം പബ്ലിക്കാക്കും, ബാക്കി നമ്മുടെ സ്റ്റുഡൻസിന് മാത്രം കാണുന്ന രീതിയിലാക്കും. ഓക്കെ. പിന്നെ അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു മൊഡ്യൂൾ 1-ൽ വരുന്ന ഷോർട്ട് നോട്ട്സ്. ഓക്കെ. അപ്പോൾ ഓരോന്നിൻ്റെയും ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. പിന്നെ തന്നെ നമ്മൾ ഇന്ന് പഠിപ്പിച്ച ക്ലാസ്സിൻ്റെ വീഡിയോയുടെ PDF നോട്ട്സ്, ഇതാണ് നമ്മളെ വീഡിയോയുടെ PDF നോട്ട്സ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സേഫ്റ്റിയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് സേഫ്റ്റിയുടെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഓരോ കോൺസെപ്റ്റ് ഇന്ന് പഠിപ്പിക്കുന്ന വീഡിയോ ക്ലാസ്സിൻ്റെ PDF നോട്ട്സും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ക്ലാസ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾ സിലബസ് ഓറിയൻറ്റഡ് തന്നെ പഠിച്ചു പോകൂ. നമ്മൾ ഈ വർഷം എന്തായാലും നിങ്ങൾ ലിസ്റ്റിൽ കയറാം എന്നൊരു രീതിയിൽ അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകും. എന്തായാലും നിങ്ങൾ ലിസ്റ്റിലുണ്ടാവും. നമ്മുടെ കുറേ സ്റ്റുഡൻസ് ലാസ്റ്റ് ഇയറൊക്കെ ഉള്ള സ്റ്റുഡൻസൊക്കെ ലിസ്റ്റിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ജോലിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഒരു പ്രിപ്പറേഷനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ്സസ് തുടങ്ങുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. വളരെ അഫോർഡബിൾ ഫീസാണ്, എല്ലാവർക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് നമ്മൾ തരുന്നത്. ഓക്കെ, അപ്പം വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. താങ്ക്